എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞൊരു നല്ല സമയം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമസ്കാരം. ഇന്നത്തെ ഈ കാലത്ത് എല്ലാവർക്കും വലിയ തിരക്കാണ്. ശരിയല്ലേ? പെട്ടെന്ന് പണമുണ്ടാക്കണം, പെട്ടെന്ന് പ്രശസ്തരാകണം, അങ്ങനെ ആഗ്രഹങ്ങൾ ഒത്തിരിയാണ് എല്ലാവർക്കും. പക്ഷേ ജ്യോതിഷം എന്ന് പറയുന്നത് വെറുമൊരു മാജിക് അല്ല, അതൊരു കണക്കുകൂട്ടലാണ്. പ്രകൃതിയുടെ കണക്ക് എന്ന് നമുക്ക് പറയാം. ഈ ഒരു കുറച്ചു കാലത്തെ അനുഭവത്തിൽ വെച്ച് പറയുമ്പോൾ ചില ജാതക പരിശോധനകളൊക്കെ നടന്നതിൻ്റെ വെളിച്ചത്തിൽ ചെറുപ്പത്തിൽ വലിയ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകേണ്ടതായി വരുന്ന കുറച്ച് ആളുകളുണ്ട്. അതായത് പഠിക്കാൻ വഴിയില്ലാതെ, തൊഴിൽ കിട്ടാതെ, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കുത്തുവാക്കുകൾ കേട്ട് നടക്കുന്നവർ. അപ്പോൾ ഈ ചിന്തിക്കും, എനിക്ക് മാത്രം എന്താ ഈശ്വരാ ഇങ്ങനെ എന്ന് ചോദിച്ച് സ്വയം വിലപിക്കുന്നവർ, അല്ലെങ്കിൽ സ്വയം കരയുന്നവർ. പക്ഷേ അവർക്കറിയില്ല അവരുടെ ജന്മനക്ഷത്രത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു രഹസ്യം. വൈകി മാത്രം പൂക്കുന്ന ചില മരങ്ങളുണ്ടല്ലോ, അതുപോലെയാണ് ചില നക്ഷത്രക്കാരുടെ കാര്യം. അവർക്ക് അവരുടെ ജീവിതത്തിൽ വിജയം വരുന്നത് കുറച്ച് വൈകിയാകും. പക്ഷേ ആ വിജയം വന്നാലോ പിന്നെ അത് രാജയോഗമായി തന്നെ അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുകയും ചെയ്യും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെയുള്ള ജീവിതത്തിന്റെ പകുതി കഴിയുമ്പോൾ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ആ പ്രത്യേക നക്ഷത്രങ്ങളെ കുറിച്ചാണ്. ഇതിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടോ എന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൽ ആദ്യമായി എനിക്ക് പറയാനുള്ളത് ആയില്യം നക്ഷത്രത്തെ കുറിച്ചാണ്. അതായത് പലരും ആയില്യം നക്ഷത്രത്തെ പറ്റി മോശമായിട്ടൊക്കെ പറയാറുണ്ട്. ശരിയല്ലേ? ഭർത്തൃമാതാവിന് ദോഷമാണ് അങ്ങനെയൊക്കെ. പക്ഷേ അതല്ല സത്യമെന്ന് മനസ്സിലാക്കുക. ആയില്യം നക്ഷത്രക്കാർ യഥാർത്ഥത്തിൽ വളരെയേറെ ബുദ്ധിയുള്ള ബുദ്ധിരാക്ഷസന്മാർ എന്ന് തന്നെ ഇവരെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. നാഗങ്ങളുടെ അനുഗ്രഹം കൂടിയാകുമ്പോൾ എല്ലാം ശുഭകരമായി. ചെറുപ്പത്തിൽ പലവിധ തെറ്റിദ്ധാരണകളൊക്കെ നേരിടേണ്ടതായി വരാറുണ്ട് ആയില്യം നക്ഷത്രക്കാർക്ക്. ഇവരെ അങ്ങോട്ട് ആരും പെട്ടെന്ന് അംഗീകരിക്കില്ല. എന്നാൽ ഒരു 30-32 വയസ്സ് പിന്നിടുന്നതോടുകൂടി ഇവരുടെ ജീവിതം അങ്ങോട്ട് മാറി മറിയുന്നതാണ്. ബിസിനസ്സിലായാലും അതേപോലെ ഉദ്യോഗത്തിലായാലും മറ്റാർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്കുള്ള വളർച്ചയാണ് പിന്നീട് ആയില്യം നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്നത്. ഇവർക്കുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, വീണു പോയാലും തളരുന്ന കൂട്ടരല്ല. അവിടെ നിന്നും ചാടി എഴുന്നേൽക്കും. ഇരട്ടി ശക്തിയോടെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഇവർ. ആയില്യം നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾ വെറും ഒരു നക്ഷത്രമല്ല. 30 വയസ്സിന് ശേഷം ജീവിതത്തിൽ ഏറ്റവും ഉയർച്ചകൾ കീഴടക്കാൻ യോഗമുള്ളവരാണ്. നിങ്ങളുടെ അനുഭവം ഇതാണോ എന്നത് കൂടി നിങ്ങളൊന്ന് പറയാനായിട്ട് ശ്രമിക്കുക. അതായത് 30 വയസ്സിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു വലിയ മാറ്റം വന്നിരിക്കും. അത് അച്ചിട്ടാണ്. ഇനി രണ്ടാമത്തെ നക്ഷത്രമായി പറയാനുള്ളത് തിരുവാതിരയാണ്. സാക്ഷാൽ ഭഗവാൻ മഹാദേവന്റെ നക്ഷത്രം കൂടിയാണ്. അപ്പോൾ ഈ ഒരു നക്ഷത്രത്തെ പറ്റി പറയുമ്പോൾ തന്നെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിതം എന്നത് ഒരു യുദ്ധം പോലെയാണ്. അതായത് തുടക്കത്തിൽ വലിയതായ തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വരുന്ന കൂട്ടര് കൂടിയാണ്. പ്രേമനൈരാശ്യം, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെ മനസ്സ് തകർന്നു പോകുന്ന ധാരാളം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ഒന്ന് ഓർക്കുക, ശിവഭഗവാൻ ലയിച്ചു ചേർന്നാൽ പിന്നെ കൈലാസം പോലെയാണ്. ഒരു ഘട്ടം കഴിയുന്നതോടുകൂടി, പ്രത്യേകിച്ച് പറയുമ്പോൾ ഒരു 28 വയസ്സിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം ധാരാളമായി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അത് വേറെ ആർക്കും കാണാൻ പറ്റാത്ത, വേറെ ഒരു നക്ഷത്രക്കാർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം കൂടിയാണ്. സമൂഹത്തിൽ വലിയ പേരും പ്രശസ്തിയുമൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. രാഷ്ട്രീയത്തിലായാലും കലാരംഗത്തായാലും വലിയ നിലയിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതാണ്. വൈകി വരുന്ന വസന്തം എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ തന്നെയാണ് തിരുവാതിരക്കാരുടെ ജീവിതം. ഇനി മൂന്നാമതായി ഞാൻ പറയുന്നത് ശനി ഭഗവാന്റെ സ്വാധീനം കൂടുതലായുള്ള പൂയം നക്ഷത്രക്കാരെ കുറിച്ചാണ്. അതായത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചാൽ പുല്ലിലും ചോറ് എന്നൊക്കെ പണ്ടുള്ളവർ പറയാറുണ്ട്. കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല നിങ്ങൾ. അപ്പോൾ പക്ഷേ പല പൂയം നക്ഷത്രക്കാരും ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല. പുല്ലിൽ പോലും ചോറ് കിട്ടുന്നില്ലല്ലോ, അത്രയ്ക്ക് ദുരിതപൂർണമായ ജീവിതമാണല്ലോ എന്നൊക്കെയാണ്. അതിന് കാരണം കൂടിയുണ്ട്. പൂയം നക്ഷത്രക്കാർക്ക് ശനിദേവന്റെ പരീക്ഷണങ്ങൾ ഒരുപാട് നേരിടേണ്ടി വരും എന്നതൊരു വാസ്തവം തന്നെയാണ്. എന്നാലും ക്ഷമയാണ് നിങ്ങളുടെ ആയുധം.
അതായത് കഷ്ടപ്പെട്ട് ഒരു 35 വയസ്സൊക്കെ ആകുമ്പോഴേക്കും വലിയൊരു സാമ്പത്തിക നേട്ടത്തിൽ നിങ്ങളെ ദൈവം കൊണ്ടുവന്ന് എത്തിക്കും. അത് ജന്മനാ തന്നെ നിങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചിലപ്പോൾ ഒരു ലോട്ടറി അടിച്ചതൊക്കെ ആയിരിക്കും. അതായത് ലോട്ടറിയിൽ നിന്നും ചില ധനം കിട്ടാനോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള സമ്പാദനമാണ് പറയുന്നത്. കഠിനാധ്വാനം, നിങ്ങൾ കഠിനാധ്വാനികളാണ്. അതിന്റെ ഫലം തീർച്ചയായും നിങ്ങൾക്ക് വന്നു ചേരും. സ്വന്തമായി വീട്, വാഹനം, അതിലുപരി സമാധാനമുള്ള കുടുംബ ജീവിതം, ഇതെല്ലാം വൈകിയാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ 3 നക്ഷത്രക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ക്ഷമ നശിച്ചു പോകരുത്. നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഒരു പ്രായത്തിന് ശേഷമുള്ള സമയം നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം ഉന്നതിയിൽ എത്തും. അപ്പോൾ ഒരു എടുത്തുചാടിയുള്ള തീരുമാനങ്ങളിലേക്കോ അല്ലെങ്കിൽ എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ പഴിക്കുന്ന ആ രീതിയിലേക്ക് ഒന്നും പോകാതിരിക്കുക. കാരണം നിങ്ങളുടെ സമയം തെളിയാനായി ഒരു സമയം ഭഗവാൻ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗൃഹത്തിൽ നിത്യവും വിളക്ക് കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഗണപതി ഭഗവാനെയും കൂടാതെ സ്വന്തം കുലദൈവതയെ, അതായത് കുടുംബ പരദേവതയും പ്രാർത്ഥിക്കുക. വിഘ്നങ്ങളൊക്കെ മാറുന്നതിന് ഗണപതി ഭഗവാൻ, ആ ഒരു ഭഗവാനെ നിങ്ങൾ മുറുകെ പിടിക്കുന്നതിലൂടെ ആ ഒരു കാര്യം തന്നെ നിങ്ങൾ ചെയ്താൽ മതിയാകും. നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധ വിഘ്നങ്ങളും മാറും. അതേപോലെ ജാതകത്തിൽ ഗ്രഹനില മോശമാണെങ്കിൽ ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. വലിയ പണച്ചിലവുകളുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ പോകേണ്ട. ഈ ഒരു പറഞ്ഞിരിക്കുന്ന പ്രായത്തിന് ശേഷം നിങ്ങൾ നോക്കിക്കോളൂ, ഭൂരിഭാഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട്. അപ്പോൾ ചെയ്യേണ്ട ചെറിയ ചെറിയ പരിഹാരം, അതായത് വിശന്ന് വലയുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. അതേപോലെ മൃഗങ്ങൾക്ക്, പക്ഷി മൃഗാദികൾക്ക് അന്നം കൊടുക്കുക, അവർക്ക് കുടിനീര് കൊടുക്കുക, വെള്ളം കൊടുക്കുക. ഇതൊക്കെ വലിയ പുണ്യകരമായ കാര്യങ്ങൾ, മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന കാര്യമാണ്. ഇതിന് വലിയ പണച്ചിലവുകളൊന്നുമില്ല. ഇത് ചെയ്യാനുള്ള ഒരു മനസ്സ് മാത്രം നിങ്ങൾ പാകപ്പെടുത്തി എടുത്താൽ മതിയാകും. അപ്പോൾ ഏവരും മനസ്സിലാക്കുക, ജ്യോതിഷം എന്നത് ഭയപ്പെടാനുള്ള കാര്യമല്ല, മുൻകരുതലുകൾ എടുക്കാനുള്ള ഒരു മാർഗമാണ് ജ്യോതിഷം. അതായത് വരുന്ന ഓരോ കാര്യങ്ങളെ അല്ലെങ്കിൽ വരാൻ പോകുന്നതായ ചെറിയ ചെറിയ അപകടങ്ങളെയോ ദുഃഖങ്ങളെയോ മുൻകൂട്ടി കണ്ട് അതിനൊരു പ്രിക്വേഷൻ എടുക്കുക എന്നൊരു മാർഗമാണ് ജ്യോതിഷത്തിലൂടെ നമുക്ക് വന്നു ചേരുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നല്ല സമയമാണ്. ആ ഒരു നല്ല സമയം വരുമ്പോൾ ആരും അഹങ്കാരികളാകാനോ ഒന്നും പോകാതിരിക്കുക. അതായത് അഹങ്കാരം കാണിക്കുക, ധാർഷ്ട്യം കാണിക്കുക, ഇതൊക്കെ ചെയ്താൽ ഭഗവാൻ ആ ഭാഗ്യത്തെ തിരിച്ചെടുക്കും എന്നതുകൂടി മനസ്സിലാക്കുക. അപ്പോൾ മോശം സമയം വരുമ്പോൾ തളരുകയോ നല്ല സമയം വരുമ്പോൾ അഹങ്കാരം കാണിക്കുകയോ ചെയ്യാതെ പോകുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഒരു പ്രായത്തിന് ശേഷം ഉയർച്ച മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ നക്ഷത്രം ഏതാണ്? അതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന 3 നക്ഷത്രത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ഒരുപാട് ദുഃഖങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ ഓർത്തോളൂ, ഈ ഒരു പറഞ്ഞിരിക്കുന്ന 30, 28 എന്നീ പ്രായത്തിനൊക്കെ ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വൻ നേട്ടമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകളൊക്കെയും മാറി നിങ്ങൾക്ക് വിജയത്തിലെത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ നക്ഷത്രത്തിലുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എല്ലാവർക്കും നന്മ വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.